ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപകടങ്ങൾ ഉൾപ്പെടെ തലച്ചോറിന് ക്ഷതമേൽക്കാനുള്ള സാഹചര്യങ്ങൾ പലതാണ്. തലച്ചോറിന് പരുക്കേറ്റാലുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ PS വിഷ്ണു ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പ്രേക്ഷകർക്ക് ഡോക്ടറോട് സംശയം ചോദിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, അപകടങ്ങളല്ലാതെ മറ്റേതെല്ലാം സാഹചര്യങ്ങളിലാണ് ബ്രെയിൻ ഇഞ്ചുറി സംഭവിക്കുന്നത്? റോഡ് അപകടങ്ങൾ കൂടാതെ തലച്ചോറിൽ നമ്മള് രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കുഴലുകൾ പൊട്ടി തലച്ചോറിന് പരിക്ക് സംഭവിക്കാം. ഇത് കൂടാതെ തലച്ചോറിലുള്ള ഉള്ളിലുള്ളയും തലച്ചോറിന്റെ പ്രതലത്തിലുള്ള മുഴകളിൽ നിന്ന് ബ്ലീഡിങ് സംഭവിക്കാം. ഇതുമൂലം തലച്ചോറിന് പരിക്ക് സംഭവിക്കാം എന്നുള്ളതാണ്. ഇതുകൂടാതെ തലച്ചോറിനകത്തുള്ള പ്രധാന രക്തക്കുഴലുകളിൽ കുമിള രൂപാന്തരപ്പെടാം. നമ്മൾ അന്യൂറിസം എന്ന് പറയും. അപ്പം ആ കുമിളകൾ പൊട്ടിയിട്ട് അമിതമായ രക്തസ്രാവം സംഭവിക്കുകയും വളരെയധികം മരണസാധ്യതയുള്ള ഒരു തരം തലച്ചോറിന് പറ്റുന്ന പരിക്കാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന തലച്ചോറിനുള്ള പരിക്കുകൾ. ഇതിൽ തന്നെ നമ്മൾ തലച്ചോറിന്റെ പരിക്ക് എന്ന് സാധാരണഗതിയിൽ വിശേഷിപ്പിക്കുന്നതെന്ന് പറയുന്നത് അപകടങ്ങൾ മൂലമുണ്ടാകുന്ന പരിക്കുകളെയാണ്. നമ്മൾ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി എന്നാണ് അതിന് ഉള്ള നാമധേയം. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ തലച്ചോറിന് പരുക്കേറ്റുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്? അത് എത്രത്തോളം സങ്കീർണതകളുണ്ട്? തലച്ചോറിന്റെ ഉണ്ടാകുന്ന പരിക്കുകൾ നമ്മൾ വളരെ അധികം രീതികൾ അത് മാനിഫെസ്റ്റ് ചെയ്യാം. അതിൽ തന്നെ ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള, ഏറ്റവും ഇന്റൻസിറ്റി കുറവുള്ള, സിവിയറിറ്റി കുറവുള്ള പരിക്കിനാണ് നമ്മൾ കൺകഷൻ അല്ലെങ്കിൽ മൈനർ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി എന്ന് പറയുന്നത്. പലപ്പോഴും സ്പോർട്സ്, ഫുട്ബോൾ, ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന സമയത്ത് ബോൾ തലയ്ക്ക് ഇടിക്കുന്നു, അല്ലെങ്കിൽ പ്ലേയേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു കുട്ടി ഓടുന്നു, മറ്റൊരു കുട്ടിയായിട്ട് കൂട്ടിമുട്ടുന്നു, അതിനുശേഷം ബോധക്ഷയം ഉണ്ടാകുന്നു. പക്ഷേ ഒരു 4-5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 2-3 മിനിറ്റിനുള്ളിൽ കുട്ടിക്ക് ബോധം തിരിച്ച് റീഗെയിൻ ചെയ്യുന്നു. അതിനുശേഷമുള്ള തലവേദന, തലകറക്കം, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ, ഇതിനാണ് നമ്മൾ കൺകഷൻ അല്ലെങ്കിൽ മൈനർ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതില് നമ്മൾ പലപ്പോഴും സ്കാൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കും സ്കാനിൽ പ്രത്യേകിച്ച് ഫൈൻഡിങ് ഒന്നും ഉണ്ടാവില്ല, സ്കാൻ നോർമൽ ആയിരിക്കും. അപ്പൊ ഇതിന് ശേഷമുള്ള ലക്ഷണങ്ങൾ നമ്മൾ പോസ്റ്റ് കൺകസീവ് സിൻഡ്രോം എന്ന് പറയും. ഏകദേശം ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഈവൻ 2-3 ആഴ്ച വരെ ഇതിൻ്റെതായിട്ടുള്ള തലവേദന, തലകറക്കം, നടക്കുമ്പോൾ ഉള്ള വേച്ച് പോക്കൽ, ഛർദിൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാം. അത് സാധാരണഗതിയിൽ മരുന്ന് കൊണ്ട് പൂർണ്ണമായിട്ടും റിക്കവർ ചെയ്യാണ് പതിവ്. ഇതിനേക്കാൾ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറികളാണ് നമ്മൾ കൂടുതലും ഹോസ്പിറ്റലിൽ ഓൺ എ ഡേ ടു ഡേ ബേസിസ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ റോഡ് അപകടത്തിലൊക്കെ കാണുന്ന പരിക്കുകൾ. അപ്പോൾ അതില് ഒന്നീ തലയോട്ടി പൊട്ടിയിട്ടുള്ള പരിക്കുകൾ ഉണ്ടാകാം, തലച്ചോറിന് ഉള്ളിലുള്ള രക്തക്കുഴലുകൾ പൊട്ടിയിട്ടുള്ള ബ്ലീഡിങ് ആകാം ആക്സിഡന്റിന്റെ സമയത്തുള്ളത്, അല്ലെങ്കിൽ തലച്ചോറിന്റെ ഉള്ളിലുള്ള അറകളിലേക്കുള്ള ബ്ലീഡിങ് ആകാം. അപ്പോൾ ആ ഉള്ളിലുള്ള അറകളിലേക്കുള്ള ബ്ലീഡിങ്ങും ഉള്ളിലുള്ള ഭാഗത്തുള്ള ബ്ലീഡിങ്ങിനെ നമ്മൾ ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി എന്ന് പറയും. നമ്മൾ സാധാരണഗതിയിൽ തലച്ചോറ് കലങ്ങി എന്നൊക്കെ പറയുന്ന പരിക്ക്. അപ്പൊ അത് നമ്മൾ ഓപ്പറേഷൻ ഒന്നും ചെയ്ത് ശരിയാക്കുന്ന തരത്തിലുള്ള ഒരു പരിക്കല്ല, പക്ഷെ ഉള്ളിലുള്ള ഞരമ്പുകൾക്കുണ്ടാകുന്ന വലിയൊരു വലിവാണ്. അപ്പൊ ഈ വലിവിൽ നിന്ന് റിക്കവറി ഉണ്ടാകാൻ കൂടുതൽ സമയമെടുക്കും. അതിന് കൂടുതൽ നാള് മെഡിക്കേഷൻസ് ഒക്കെ വേണ്ടി വരും. ഇങ്ങനെയുള്ള പരിക്കുള്ള രോഗികൾക്ക് തന്നെ അവരുടെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്, അതായത് അവര് കൂടുതൽ മയക്കത്തിലൊക്കെയാണ്, അവര് നമ്മൾ വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊരവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ എത്തുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ തലച്ചോറിന്റെ അകത്തേക്ക് പ്രഷർ നോക്കാനുള്ള ഒരു ചെറിയൊരു ഡിവൈസ് ഇടും. ഇൻട്രാക്രൈനൽ പ്രഷർ മോണിറ്റർ എന്ന് പറയും. അപ്പോൾ അതൊക്കെ പുതിയ ചികിത്സാ രീതികളാണ്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാൻ എല്ലാ 4 മണിക്കൂറോ 6 മണിക്കൂറോ കൂടുമ്പോൾ സ്കാൻ എടുത്ത് നോക്കിയാണ് അകത്തെ പ്രഷറിനെ പറ്റിയ ഒരു ധാരണയൊക്കെ ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇൻട്രാക്രൈനൽ പ്രഷർ മോണിറ്റർ ഉള്ളിലിട്ടാൽ ലൈവ് ആയിട്ടുള്ള പ്രഷർ റീഡിങ് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ പ്രഷറൊക്കെ നിയന്ത്രിച്ച് പലപ്പോഴും ഒരു സർജറി തന്നെ ഒഴിവാക്കാൻ പറ്റിയേക്കും.
ഇത് കൂടാതെ നമ്മൾ പ്രഷർ കൃത്യമായ ഒരു തലത്തിൽ നിയന്ത്രിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ രോഗി വേഗം സുഖപ്പെടാനും ICU സ്റ്റേ ഒക്കെ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ഇതുപോലെ തന്നെ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറി, ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് പലപ്പോഴും ഉടനെ തന്നെ ഓപ്പറേഷൻ വേണ്ടി വരും. അങ്ങനെയുള്ള രോഗികൾക്കാണെങ്കിൽ നമ്മൾ അവരെ ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിന് വേണ്ട തരത്തിലുള്ള ഓപ്പറേഷനുമായിട്ട് പ്രൊസീഡ് ചെയ്യാറാണ് പതിവ്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ ആക്സിഡന്റ് സംഭവിക്കുന്ന അല്ലെങ്കിൽ പരിക്ക് സംഭവിച്ചതിന് ശേഷമുള്ള ബോധക്ഷയം, ഛർദിൽ, മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നുമുള്ള ബ്ലീഡിങ്, പിന്നെ ഫിറ്റ്സ് പോലെ വരിക, ഇതൊക്കെയാണ് കോമൺ ലക്ഷണങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ അവരെ ഒരു ന്യൂറോ സർജറി ഫെസിലിറ്റി അവൈലബിൾ ഉള്ള ഹോസ്പിറ്റലിൽ ഉടനെ തന്നെ എത്തിക്കുകയും അതിന് വേണ്ട രീതിയിലുള്ള രോഗനിർണയം നടത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഡോക്ടർ, ഇപ്പോൾ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ സർജറിയിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം എപ്പോഴാണ്? സർജറിയിലെ നൂതന മാർഗങ്ങൾ ഇന്ന് എന്തൊക്കെയാണ്? സർജറി നമ്മൾ എപ്പോഴും യൂഷ്വലി തലച്ചോറിന്റെ പരിക്കിൽ സർജറി എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് മെഷറാണ്. ആളുടെ ജീവൻ നിലനിർത്താനുള്ള ഒരു മാർഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ തലച്ചോറിന്റെ പരിക്കുകളും അത് വലുതാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ഓപ്പറേഷൻ ചെയ്ത് തലയോട്ടി നീക്കം ചെയ്ത് ക്ലോട്ട് റിമൂവ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു മാർഗമായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പേഷ്യന്റിന് നമുക്കൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, GCS എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 8-ൽ താഴെയാണ് ആളുടെ സ്കോറെങ്കിൽ നമ്മൾ ആദ്യം ഉള്ളിൽ പ്രഷർ നോക്കാനുള്ള ഒരു മോണിറ്റർ ഇടും. ആ മോണിറ്ററിൽ ഈ പറഞ്ഞ പോലെ പ്രഷർ റീഡിങ് ഹൈ ആണെങ്കിലാണ് പലപ്പോഴും സർജറിയിലേക്ക് പോകാറ്. വളരെയധികം രക്തസ്രാവമുള്ള പേഷ്യന്റ് അബോധാവസ്ഥയിലാണ്, കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ വികസിച്ചിരിക്കുന്നു. കണ്ണിന്റെ കൃഷ്ണമണി വികസിക്കുന്നത് തലച്ചോറിനുള്ളിലുള്ള പ്രഷർ കൂടുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ വികസിച്ചിരിക്കുന്ന ഒരു പേഷ്യന്റ് അബോധാവസ്ഥയിലാണ്, വലിയ ബ്ലീഡിങ് ആണെങ്കിൽ ഡയറക്റ്റ്ലി ഓപ്പറേഷനിലേക്ക് പോകാറാണ് യൂഷ്വലി. അപ്പൊ അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അത് നമ്മൾ CT സ്കാൻ എടുത്തിട്ട് അതിൽ ഈ ക്ലോട്ടിന്റെ കട്ടി, അതിന്റെ വീതി, അത് കാരണം തലച്ചോറിനുണ്ടാകുന്ന ഷിഫ്റ്റ്, അതായത് നോർമൽ സൈഡിൽ നിന്ന് നോർമൽ ബ്രെയിൻ എത്രത്തോളം നടുഭാഗത്ത് നിന്ന് മാറി നിൽക്കുന്നു, മിഡ്ലൈൻ ഷിഫ്റ്റ് എന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ CT നോക്കിയിട്ടാണ് നമ്മൾ നിർണ്ണയിക്കുന്നത് ഉടനടി ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ളത്. ഉടനടി ഓപ്പറേഷൻ വേണ്ടാത്തൊരു പേഷ്യന്റ് ഈ പറഞ്ഞതുപോലെ പ്രഷർ മോണിറ്റർ ഇട്ട് ICUയിൽ നമ്മൾ ഒരു 48 മണിക്കൂർ ആ മോണിറ്റർ കീപ്പ് ചെയ്യും. ഇതിനിടയ്ക്ക് പ്രഷർ 22 മില്ലിമീറ്റർ മെർക്കുറിക്ക് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ മെഡിസിൻസ്, അതിനൊരു രീതിയുണ്ട്, ആ മെഡിസിൻസ് ഒക്കെ കൊടുത്ത് പ്രഷർ കുറയ്ക്കാൻ നോക്കും. പ്രഷർ കുറയുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് സർജറി തന്നെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വളരെ നൂതനമായ ചികിത്സാ രീതികളാണ്. അതുപോലെ തന്നെ നമ്മൾ ICUയിൽ ഉപയോഗിക്കുന്ന 1-2 പുതിയ മാർഗങ്ങളാണ് ജുഗുലാർ വീനസ് സാച്ചുറേഷൻ മോണിറ്ററിംഗ് എന്ന് പറയും. നമ്മുടെ കഴുത്തില് നമ്മളൊരു മോണിറ്റർ ഘടിപ്പിച്ച്, കഴുത്തിൽ ഒരു പ്രധാന വെയിൻ ഉണ്ട്, നമ്മുടെ തലച്ചോറിൽ നിന്ന് രക്തം താഴേക്ക് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തധമനി. ആ രക്തധമനിയിലെ ഓക്സിജന്റെ സാച്ചുറേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യും. ഈ കോവിഡ് സമയത്തൊക്കെ ബ്ലഡ് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കി എല്ലാവരും ഇപ്പൊ സുപരിചിതമാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിന്റെ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യുന്ന ഒരു മാർഗമാണ്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം തന്നെ, അതായത് മറ്റ് മോണിറ്ററുകളിലൊക്കെ വ്യത്യാസം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രോഗി അതിന്റെ ലക്ഷണം കാണിക്കുന്നതിന് മുൻപ് തന്നെ തലച്ചോറിനകത്ത് ബ്ലീഡിങ് കൂടെയാണ് എന്ന് നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടും ഈ മോണിറ്ററിൽ നിന്ന്. അപ്പൊ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. അതുപോലെ തന്നെയുള്ള മറ്റൊരു മോണിറ്ററാണ് സെർബ്രൽ പെർഫ്യൂഷൻ മോണിറ്റർ. ഈ രണ്ട് നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, കൂത്താട്ടുകുളത്ത് നിന്ന് ജോസഫ് ആണ്. ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ജോസഫ്, പറയൂ. ഹലോ. ജോസഫ് പറയൂ. ഹലോ. സാർ, ഞാൻ എനിക്ക് ഒരു വർഷം മുമ്പാണ് എനിക്ക് ഞാൻ 2-3 നടന്നു കഴിയുമ്പോ പുറകോട്ട് വീഴുവാണ്, കുത്താതെ വീഴുവാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പാട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ചെന്നപ്പം തലയ്ക്ക് അവര് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ തലയ്ക്ക് ബ്ലഡ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. അത് മരുന്ന് കഴിച്ചോണ്ടിരുന്നിട്ട് ഇപ്പോഴും അത് കുറവില്ല. അങ്ങനെ അങ്ങ് നടന്ന ഒരു 3-4 ജോഡി നടന്നു കഴിയുമ്പോൾ അങ്ങ് വീഴുക. ഓക്കെ.
അപ്പോ തലച്ചോറിന്റെ പുറകുവശത്ത് സെറിബെല്ലം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഭാഗത്ത് വരുന്ന ക്ലോട്ടുകളും അതായത് രണ്ട് തരത്തിലുണ്ടാവും. സ്ട്രോക്ക്, രക്തയോട്ടം നിന്നു പോയിട്ടുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൂടിയിട്ട് വരുന്ന ബ്ലീഡിങ്, ക്ലോട്ടുകൾ. ഇത് രണ്ട് കാരണം കൊണ്ടും സെറിബെല്ലത്തിന് ഡാമേജ് ഉണ്ടാകാം. അപ്പം സെറിബെല്ലം എന്ന് പറയുന്ന ആ തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് ഡാമേജ് ഉണ്ടാകുന്നത് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞതുപോലെ നടക്കുന്നതിന് വ്യത്യാസം ഉണ്ടാകാം. അതിൽ തന്നെ ഈ സ്ട്രോക്കോ അല്ലെങ്കിൽ ബ്ലീഡിങ് കാരണം ഉണ്ടാകുന്ന ബാലൻസിലുള്ള വ്യത്യാസം അത് ക്രമേണയാണ് റിക്കവർ ചെയ്യുക. അപ്പൊ അതിനെ സഹായിക്കാൻ കുറച്ച് മരുന്നുകളുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ശരീരം തനിയെ റിക്കവറായി വരുന്നതാണ് ആ ഒരു പരിക്കിൽ നിന്ന്. അത് പൊതുവെ മാസങ്ങളും വർഷങ്ങളും എടുക്കുന്ന ഒരു ചികിത്സയാണ്. ആൻഡ് ചില രോഗികൾക്ക് പെർമനന്റ് ആയിട്ടുള്ള നടക്കാനുള്ള ചെറിയ അസ്വസ്ഥതയും കാണാറുണ്ട് പലപ്പോഴും, പ്രത്യേകിച്ച് സ്ട്രോക്ക് ആണെങ്കിൽ. ഡോക്ടർ, നമ്മോടൊപ്പം എറണാകുളത്ത് നിന്ന് ലിൻസി ചേരുന്നുണ്ട്. ഡോക്ടറോട് ചോദിച്ചോളൂ ലിൻസി. ഹലോ സർ. ഹലോ ലിൻസി, പറയൂ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ മാസം ഒരു മാസമായുള്ളൂ. എൻ്റെ മൂത്ത മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണേ. മോന് പെട്ടെന്ന് ഒരു രാവിലെ എഴുന്നേറ്റപ്പം ഇങ്ങനെ തലവേദന പറയുകയും ഭയങ്കരമായിട്ട് തലവേദന എടുക്കണം അമ്മ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കൊച്ചു ഭയങ്കര ടയേർഡായിരുന്നു തലവേദന എടുത്ത്. അത് കഴിഞ്ഞ് ഞാനപ്പോ വഴക്ക് ഞാനോർത്ത് ഇവനെ കളിക്കാൻ പോയിട്ട് അങ്ങനെ വല്ലതും പറ്റിയതാന്ന് ഓർത്ത്. പക്ഷെ തലവേദന എടുത്ത് ഇവൻ കട്ടിലേന്ന് താഴോട്ട് ഓടി, താഴത്തെ റൂമിലോട്ട് ഓടിയിട്ട് അവൻ അവിടെ കിടന്ന് തലവേദന എടുക്കണമ്മ എന്ന് പറഞ്ഞ് പിന്നെയും കിടന്ന് കരയുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നിട്ട് തലയിൽ ബാമൊക്കെ വരട്ടി അങ്ങനെ മാറ്റിയിട്ടും കുറച്ച് കഴിഞ്ഞപ്പോ കൊച്ചു ഭയങ്കരമായിട്ട് അങ്ങ് കുഴഞ്ഞങ്ങ് വീഴുക. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചു ഭയങ്കരമായിട്ട് വൊമിറ്റിങ് ചെയ്യുന്നു. അതിന് തലേദിവസം വരെ കൊച്ചിന് വേറെ പ്രത്യേകിച്ച് അസ്വസ്ഥതകളൊന്നുമില്ല, അല്ല ആരോഗ്യമുള്ള ഒച്ചാണ്, ഇല്ല ഓടിപ്പാഞ്ഞ് കിടക്കണ ഒച്ചാണ്. പക്ഷെ ഇവൻ ഇങ്ങനെ ഓരോ സെക്കൻഡിൽ ഇങ്ങനെ നെക്സ്റ്റ് എന്നും പറഞ്ഞ് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഇവൻ ഭയങ്കര വൊമിറ്റിംഗ് ആയി. വൊമിറ്റിംഗ് കഴിഞ്ഞ് ഇങ്ങനെ എടുത്തടിച്ച പോലെ ഈ വയറിങ്ങനെ അകത്തോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഛർദ്ദിക്കുന്നത്. ഒരു സൈഡ് ഇങ്ങനെ വൊമിറ്റാൻ, ഇപ്പുറത്തെ സ്ഥലം, അങ്ങനെ മൊത്തം വൊമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ അങ്ങ് കുഴഞ്ഞ് അവൻ ആ സെറ്റിന്ന് താഴോട്ട് വീഴുവാണ്. താഴോട്ട് വീണ് കഴിയുമ്പം അപ്പൊ എനിക്ക് തോന്നി എന്തോ കൊച്ചിന് കുഴപ്പമുണ്ടെന്ന്. അപ്പൊ ഞാനിങ്ങനെ ഇവനെ എടുത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, എന്നാടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഈ സമയത്തൊന്നും ഞാൻ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് പുറത്തു പോയേക്കുവാണ്. അപ്പൊ ഞാൻ അങ്ങ് വല്ലാണ്ടായി പോയി, എന്നാ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിന്റെ ഒരു സൈഡിൽ കൂടെ വായിൽ കൂടെ നൊരയും പതയൊക്കെ വന്ന് ഫിറ്റ്സ് പോലെ. അപ്പൊ ഞാനൊരു നേഴ്സാണ്. അപ്പൊ ഫിറ്റ്സ് പോലെ ആയപ്പോ എനിക്ക് തോന്നി എന്തോ അതിന്റെ ഒരു സിംറ്റമാണ് കാണിക്കണത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഹസ്ബൻഡ് വന്ന് ഉടനെ കൊച്ചിനെ എടുത്ത് ആശുപത്രി കൊണ്ടുപോവുക ചെയ്തു. ലക്ഷോറിലാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴേ വീണ്ടും ഇതുപോലെ ഫിറ്റ്സ് വരികയും കൊച്ചു അബോധാവസ്ഥയിലായി പോവുകയും ചെയ്തു. അപ്പം വേറെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടുന്ന് പോയ പോക്കാണ്. ഇപ്പൊ കൊച്ചില്ല, കൊച്ചു മരിച്ചിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞു. പിന്നെ അത് കോമായിലോട്ട് പോവുകയും പിന്നെ വെന്റിലേറ്റർ ഇടുകയൊക്കെ ചെയ്തു. അപ്പൊ ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ തലയിലെ ഞരമ്പ് പൊട്ടിയെന്നാണ് പറയണത്. അപ്പൊ പൊട്ടി ഇങ്ങനെ ബ്ലീഡിങ് ആയിപ്പോയി. അങ്ങനെ ബ്ലീഡിങ് ആയിട്ട് അപ്പൊ സർജറി ഒക്കെ പറഞ്ഞപ്പോ അത് തലയിൽ മൊത്തം ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ട് മൊത്തം ക്ലോട്ടായി പോയെന്നാ പറയണത്, ബ്ലഡ്. അങ്ങനെ കൊച്ച് വെന്റിലേറ്ററിൽ കയറ്റി. പക്ഷെ ആ ഒരു 1.5 ദിവസം ആ കൊച്ച് ഹോസ്പിറ്റലിൽ കിടന്നു, അബോധാവസ്ഥയിലായിരുന്നു. ഒന്നും പറയാൻ പറ്റില്ല. BP ലോയായി അവസാനം അവൻ മരിക്കുകയാണ് ഉണ്ടായത്. ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാൻ വല്ല റീസൺ ഉണ്ടോ? അത് പ്രഷറിന്റെ സാർ അവിടെ പ്രഷറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങനെ വല്ല ബുദ്ധിമുട്ടാണോ എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. Okay, Lindsay, first of all, sorry for your loss. ലിൻസിയോട് സ്കാനിൽ എന്ത് തരത്തിലുള്ള രക്തക്കുഴലാണ് പൊട്ടിയത്, അല്ലെങ്കിൽ എവിടെയാണ് പൊട്ടിയതെന്നെ പറ്റി എന്തെങ്കിലും ധാരണ പറഞ്ഞിരുന്നോ? തലച്ചോറില് രക്തക്കുഴൽ കുമിള പോലെ വന്ന് പൊട്ടിയതാണോ, അതോ
അല്ല, തലയുടെ പറയൂ. പുറകിലെ, എക്സ്ക്യൂസ് മീ, തലയുടെ പുറകിൽ ഇങ്ങനെ ഞരമ്പ് പൊട്ടിയെന്നാണ് ആദ്യം, ചതഞ്ഞിരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ചതഞ്ഞത് ഞങ്ങൾ ഓർത്തു ഇനി ഇവന് ഫുട്ബോൾ കളിച്ചിട്ട് വല്ല ബോൾ അടിച്ചോ അല്ലെങ്കിൽ വീണിട്ട് ചതഞ്ഞതായിരിക്കും എന്നാ വിചാരിച്ചത്. പിന്നീടാണ് പറയണത് തലയുടെ വെയിൻ, അതായത് മെയിൻ വെയിൻ പൊട്ടി അവിടെ നിന്നാണ് ബ്ലീഡിങ് മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അത് ഓക്കെ. ശരിക്കും, കാരണം ഇത് ഇങ്ങനെ പൊട്ടി കഴിഞ്ഞ് പിന്നെ സ്പ്രെഡായി, പിന്നെ ഓരോ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ഓർഗാൻസിലേക്ക് ഇതിങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചങ്ങോട്ട് ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്കെന്ന് പറഞ്ഞാല് എന്താ ചെയ്യേണ്ടത്, നമുക്കടെ ആ മാനസികാവസ്ഥയിൽ എന്താ സംഭവിക്കണേന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവാൻ വല്ല ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടേതായ പ്രഷറാണോ അതോ ഈ വേറെ വല്ല രോഗമാണോ? അല്ല. കാരണം എനിക്ക് താഴെ 2 പിള്ളേരും ഉണ്ട്. അപ്പൊ ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഈ കുട്ടിക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് താഴോട്ടുള്ള മറ്റു കുട്ടികളെ നിങ്ങൾ CT എടുത്ത് നോക്കിക്കോ, ഒരു ഉറപ്പ് വരുത്താനൊക്കെ പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പോ ലിൻസി, പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അപകടം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് അത് ജന്മനാ ഉള്ള വൈകല്യങ്ങൾ മൂലമാണ്. വൈകല്യം ആസിൻ നമ്മുടെ തലച്ചോറിനകത്തുള്ള രക്തക്കുഴലുകളിലുള്ള വൈകല്യം. അത് രക്തം തലച്ചോറിലേക്ക് കൊണ്ടുവരുന്ന രക്തധമനിക്കാകാം, അല്ലെങ്കിൽ തിരിച്ച് അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തധമനിക്ക് വേണമെങ്കിലും ആകാം. ഈ തലച്ചോറിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തധമനി നമ്മൾ ആർട്ടറി എന്ന് പറയും. അതില് കുമിള പോലെ രൂപാന്തരപ്പെട്ടിട്ട്, അപ്പോൾ ആ കുമിള പോലെയുള്ള ഭാഗം വീക്ക് ആയിരിക്കും. ആ ഭാഗം പൊട്ടി തലച്ചോറിനുള്ളിലേക്ക് രക്തസ്രാവം ഉണ്ടാവും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തലച്ചോറിന്റെ പുറകുവശത്തെ രക്തക്കുഴലുകളിലാണ് വരുന്നതെങ്കിൽ തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ബോധം കുറയും, ഫിറ്റ്സ് വരെയും, അതേപോലെ ഈവൻ മരണത്തിലേക്ക് വരെ നയിക്കാൻ സാധ്യതയുള്ള ഒരു രോഗാവസ്ഥയാണ്. മരണനിരക്ക് വളരെ കൂടുതലുള്ള ഒരു രോഗാവസ്ഥയാണ്. മറ്റ് കണ്ടീഷനുകളെന്ന് പറഞ്ഞാൽ ഇതേപോലെ തലച്ചോറിലെ ആർട്ടറിയും വെയിൻ, അതായത് ശുദ്ധരക്തം കൊണ്ടുവരുന്ന രക്തധമനിയും അശുദ്ധ രക്തം കൊണ്ടുവരുന്ന രക്തധമനിയും തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗത്ത് വരുന്ന ചില വൈകല്യങ്ങളുണ്ട്. നമ്മൾ AVM, ആർട്ടീരിയോ വീനസ് മാൽഫമേഷൻ എന്ന് പറയും. അതും ഈ പറഞ്ഞതുപോലെ തലച്ചോറിന്റെ പുറകുവശം അതിന്റെ ഒരു കോമൺ ലൊക്കേഷനാണ്, കാണപ്പെടാനുള്ള കോമൺ ലൊക്കേഷനാണ്. അപ്പോ അങ്ങനെയുള്ള വൈകല്യങ്ങൾ പൊട്ടിയാലും ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോ ഇതുകൂടാതെ പിന്നെയുള്ള ജന്മന കാണുന്ന ഒരു കാര്യമാണ് കാവർണോമാസ്. കാവർണോമ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഒരു സിസ്റ്റ് പോലത്തെ ഭാഗമാണ്. അതിനകത്തേക്കും ഇതേപോലെ രക്തസ്രാവം ഉണ്ടായാൽ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പം കാവർണോമാസ്, പിന്നെ ഈ ആർട്ടീരിയോ വീനസ് മാൽഫമേഷൻ, AVM എന്നൊക്കെ പറയുന്നതിന് ഒരു ജനിതകമായിട്ടുള്ള ഒരു ബേസിസ് ഉണ്ട്. അപ്പൊ ചില കുടുംബങ്ങളിൽ അത് പരമ്പരാഗതമായിട്ട് കാണാം. അപ്പോ പലപ്പോഴും ഇതിന്റെ പ്രസന്റേഷൻ ആദ്യമായിട്ട് നമ്മൾ അറിയുന്നതെന്ന് പറയുന്നത് പലപ്പോഴും അത് ബ്ലീഡ് ചെയ്യുമ്പോഴാണ്. ചില കുട്ടികൾക്ക് റെയർലി ഫിറ്റ്സ് മാത്രമായിട്ട് വരാം, ബ്ലീഡിങ് ഇല്ലാതെ ഫിറ്റ്സ് മാത്രമായിട്ടും വരാം. പക്ഷെ കൂടുതലും ബ്ലീഡിങ് ആയിട്ടാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ പലപ്പോഴും അത് വൈകിപ്പോകും. അപ്പോ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിനുള്ള 1-2 മാർഗങ്ങളെന്ന് പറഞ്ഞാൽ, ഇപ്പൊ കാവർണോമ കൃത്യമായിട്ട് ആദ്യം അതെന്തായിരുന്നു അന്നത്തെ രോഗാവസ്ഥ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. കാവർണോമ അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് മാൽഫമേഷൻ പോലുള്ള കണ്ടീഷൻ ആണ് എങ്കിൽ അതിനൊരു ജനറ്റിക് ബേസിസ് ഉണ്ട്. അപ്പൊ അതിന് ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്. ഇപ്പൊ കാവർണോമയ്ക്കൊക്കെ ആണെങ്കിൽ CCM1, CCM2 എന്നൊക്കെ പറഞ്ഞ കുറച്ച് ജീനുകളുണ്ട്. അപ്പൊ ആ ജീനുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് അതിലെന്തെങ്കിലും ഉള്ളതാണെങ്കിൽ നമുക്ക് മറ്റു ഇനിയുള്ള കുട്ടികളെയും വേണമെങ്കിൽ MRI വെച്ച് സ്ക്രീൻ ചെയ്ത് നോക്കാവുന്ന, അല്ലെങ്കിൽ അവർക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യാവുന്നതൊക്കെയാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു ആൻജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കാൻ കൂടെ വേണ്ടി വരും അവർക്ക്. പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചത് ബ്രെയിൻ ഇഞ്ചറി ഉണ്ടാകുമ്പോഴുള്ള സർജറിയെ പറ്റിയാണ്. അതോടൊപ്പം ഇത്തരത്തിൽ ബ്രെയിൻ ഇഞ്ചറി ഉണ്ടാകുമ്പോൾ മരുന്ന് കൊണ്ട് എത്രത്തോളം അത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും? 90% തലച്ചോറിനുണ്ടാകുന്ന പരിക്കുകളും മരുന്നുകൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുന്നതാണ്. അതില് മരുന്നിൽ തന്നെ പ്രധാന റോള് വരുന്നത്
സോറി നമ്മൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മരുന്നുണ്ട്. അപ്പം ലോകമെമ്പാടും നടന്ന വലിയൊരു പഠനമുണ്ട്, ക്രാഷ് 3 എന്ന് പറഞ്ഞൊരു ട്രയലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ മരുന്ന് കൊടുക്കുന്നത്. അപ്പോ രോഗി ഒരു തലച്ചോറിന് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ നമ്മൾ ആ ഇഞ്ചക്ഷൻ കൊടുക്കും. പ്രൊവൈഡർ അവർക്ക് വേറെ നേരത്തെ ഹൃദയ സംബന്ധമായ രോഗങ്ങളൊന്നുമില്ല, സ്ട്രോക്ക് ഒന്നും വന്നിട്ടില്ലാത്ത രോഗികൾക്ക് അത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ബ്ലീഡിങ് കാരണമുള്ള മരണസാധ്യത, ഓപ്പറേഷൻ വേണ്ടി വരാനുള്ള സാധ്യത, അങ്ങനെ ICU സ്റ്റേ എല്ലാം സിഗ്നിഫിക്കൻ്റ്ലി കുറയ്ക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ റെഗുലർലി ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഇതുകൂടാതെ തലച്ചോറിന്റെ പരിക്ക് കാരണം ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്, ജന്നി പോലെ. അപ്പോൾ അത് വരാതിരിക്കാനുള്ള മെഡിസിൻസും നമ്മൾ റെഗുലർലി കൊടുക്കും. ഇതുകൂടാതെ തലച്ചോറിന് പരിക്ക് പറ്റിയ രോഗികൾക്ക് ആ പരിക്കിൽ നിന്ന് റിക്കവറി ചെയ്യാനുള്ള കുറച്ച് മരുന്നുകളുണ്ട്. ആ മരുന്നുകളൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്നത്. ഇതുകൂടാതെ തലച്ചോറിന്റെ പ്രഷർ കൂടുതലായിട്ടുള്ള രോഗികൾക്ക് പ്രഷർ കുറയാനുള്ള ഒരു കാറ്റഗറി മരുന്നുകളുണ്ട്. അപ്പൊ ആ മരുന്ന് നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുക. ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ അത് നമ്മുടെ തലച്ചോറിനുള്ളിലുള്ള അമിതമായിട്ടുള്ള വെള്ളത്തിന്റെ അംശത്തെ വലിച്ചെടുത്ത് തലച്ചോറിനകത്തുള്ള പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ. ഇപ്പൊ എല്ലാ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് പ്രകാരവും മാക്സിമം മെഡിക്കൽ മാനേജ്മെന്റ് ആണ് റെക്കമെൻഡഡ്. നമ്മൾ ഈ മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു തരത്തിൽ എത്തുമ്പോഴാണ് സർജറിയിലേക്ക് കടക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഹലോ ഡോക്ടറിൽ വയനാട് നിന്ന് ഉസ്മാൻ ചേരുന്നുണ്ട്. ഉസ്മാൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, നമസ്കാരം ഉസ്മാൻ, പറയൂ. ഞാൻ ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു 2 വർഷമായിട്ട്. ഹലോ ഉസ്മാൻ, ഞാൻ ഇടയ്ക്ക് വെച്ച് വോയിസ് ബ്രേക്ക് ആയി, ഒന്നുകൂടെ പറയാമോ? ഡയാലിസിസ് ചെയ്യുന്ന 2 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ തലക്ക് എന്തോ ഒരു കറക്കം പോലെ, ശരിക്കും ക്ലിയർ കിട്ടുന്നില്ല. ഹലോ, ഡോക്ടറോട് പറഞ്ഞോളൂ. ഞാന് 2 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഡയാലിസിസ് 2 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തലചുറ്റല് പോലെ ഉണ്ടോ? തല ചുറ്റുന്നില്ല, പക്ഷെ ഈ കൃത്യമായിട്ട് നടക്കാൻ കഴിയില്ല. നടക്കുമ്പോ ആടി ഇറ്റാ പോകും. മനസ്സിലായി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോ ആടി പോകുന്നുണ്ട്. അതെ. അതിനൊരു വ്യത്യാസം ഇതുവരെ വന്നിട്ടുമില്ല. ഉസ്മാൻ, അവസാനത്തെ ഭാഗം വ്യക്തമായില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ പ്ലീസ്? ഡോക്ടർ ഉസ്മാൻ പറഞ്ഞത് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നടക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്, നടക്കുമ്പോൾ ആടി പോകുന്നു എന്നതാണ്. ഡോക്ടർക്ക് മറുപടി പറയാം. ഓക്കെ, നമുക്ക് മറ്റ് അസുഖങ്ങൾ, കിഡ്നി, വൃക്ക സംബന്ധമായ രോഗമല്ലാതെ ഡയബറ്റിസ്, പ്രഷർ, ഹൃദയ സംബന്ധമായ രോഗം, നമ്മൾ രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ, അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഡോക്ടർ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ തുടർന്നോളൂ. ഓക്കെ, നമ്മൾ ഈ നടക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു വേച്ചുപോക്കൽ അല്ലെങ്കിൽ ബാലൻസ് കിട്ടാതെ പോലെ ഉള്ളപ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഡയാലിസിസ് ഒക്കെ എടുക്കുന്ന പേഷ്യൻസിന് എപ്പോഴും സസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തലച്ചോറിന്റെ പ്രതലത്തിലുള്ള ഒരു തരം ബ്ലീഡിങ്ങും പിന്നെ സ്ട്രോക്കും ആണ്. അപ്പോൾ തലച്ചോറിന്റെ പ്രതലത്തിലുള്ള ബ്ലീഡിങ്ങിനെ നമ്മൾ ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന് പറയും. അത് വളരെ പതുക്കെ ഉണ്ടാകുന്ന ഒരു തരം രക്തസ്രാവമാണ്. പലപ്പോഴും അതിന് ഒരു പരിക്കുണ്ടായിട്ടുണ്ടാവും 1 മാസം 1.5 മാസം മുൻപൊക്കെ. ചിലപ്പോൾ വളരെ സോഫ്റ്റ് ജെന്റിലായിട്ട് തല എവിടെയെങ്കിലും മുട്ടയോ മറ്റും അങ്ങനെ ഒരു ഹിസ്റ്ററി ആണ് യൂഷ്വലി കിട്ടുക. പലപ്പോഴും അവർ ഇതേപോലെ രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്ന് എടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ആവും, കിഡ്നിക്ക് പ്രോബ്ലം ഉള്ള അല്ലെങ്കിൽ ഈവൻ കരളിന് പ്രശ്നമുള്ള രോഗികളാകാം. അപ്പോ ക്രമേണ ഈ ബ്ലീഡിങ് തലച്ചോറിന്റെ പ്രതലത്തിൽ വന്നിട്ട് അത് നോർമൽ ആയിട്ടുള്ള ബ്രെയിനിന് പ്രഷർ ഉണ്ടാക്കി
ക്രമേണ നടത്തത്തിൽ ഒരു വേച്ചുപോക്കൽ, ഒരു നടക്കുമ്പോഴെല്ലാം ഒരു ശരി ബാലൻസ് ഡോക്ടർ. കിട്ടാത്ത പോലെ ഒരു സൈഡിലേക്ക് പ്രേക്ഷകന് ചാഞ്ഞു പോകൽ, മനസ്സിലായെന്ന് ക്രമേണ കരുതുന്നു. ഒരു സൈഡിൽ ബലക്കുറവ്. ഡോക്ടർ ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. അപകടങ്ങൾ ഉൾപ്പെടെ തലച്ചോറിന് ക്ഷതമേൽക്കാനുള്ള സാഹചര്യങ്ങൾ പലതാണ്. തലച്ചോറിന് പരിക്കേറ്റാലുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ PS വിഷ്ണു ആണ്. നന്ദി ഡോക്ടർ. Thanks. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്.